ഹലോ! ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈസി വെള്ളാപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ചിലർ ഇതിനെ പാലപ്പം എന്ന് പറയാറുണ്ട് ട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ വെള്ളാപ്പത്തിന് വേണ്ടി അരി ഒരു 4, 5 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ച് എന്നിട്ട് അരച്ചതിന് ശേഷം വീണ്ടും ആ മാവ് പൊങ്ങാനായിട്ട് 4, 5 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്തിട്ടാണ് ചുട്ടെടുക്കുന്നത്. എങ്കിൽ ഈ വെള്ളാപ്പം നമുക്ക് അരി അരച്ച ഉടനെ തന്നെ ചുട്ടെടുക്കാൻ പറ്റും. മാത്രമല്ല നമുക്ക് നല്ല സോഫ്റ്റ് വെള്ളാപ്പം കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയതെന്ന് നോക്കാം. അപ്പോൾ വെള്ളാപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നല്ല പോലെയൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ അരി ഇവിടെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. 1 കപ്പ് തേങ്ങ, 3/4 ടീസ്പൂൺ ഈസ്റ്റ്, 2 ടീസ്പൂൺ ഷുഗർ, 2 കപ്പ് വെള്ളം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും കറക്റ്റ് അളവിൽ തന്നെ എടുക്കാൻ നോക്കുക ട്ടോ. അപ്പോൾ ഞാനിവിടെ രാത്രിയാണ് ഇതൊക്കെ സോക്ക് ചെയ്യാൻ വെക്കുന്നത്. എന്നിട്ട് രാവിലെ അരച്ചെടുക്കും. അപ്പോൾ ഇത് മിനിമം ഒരു 6 മണിക്കൂർ ഇതുപോലെ സോക്ക് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം ഇതുപോലെ ഇങ്ങനെ മുകളിൽ കിടക്കണം കേട്ടോ. ഇനി ഇത് നമുക്ക് മൂടി വെച്ചിട്ട് രാവിലെ അരച്ചെടുക്കാം. അപ്പോൾ ഇതാ രാവിലെ ആയിട്ടുണ്ട്. നമ്മൾ രാത്രിയിൽ സോക്ക് ചെയ്ത് വെച്ച അരിയൊക്കെ നല്ല പോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് ഒറ്റ തവണ തന്നെ അരക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ 2 പ്രാവശ്യമായിട്ട് അരച്ചെടുത്ത് മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നല്ല പോലെ മിക്സ് ചെയ്യണം കേട്ടോ. ഒരു 5 മിനിറ്റെങ്കിലും നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിലേക്ക് നല്ല ബബിൾസൊക്കെ വരും. അപ്പോൾ നമ്മുടെ മാവ് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത് കേട്ടോ. ഒരുപാട് ലൂസാവാനോ ഒരുപാട് കട്ടിയാവാനോ പാടില്ല. അപ്പോൾ നമ്മുടെ വെള്ളാപ്പം ശരിയാവില്ല. ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 തവി മാവാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ അങ്ങ് ചുറ്റി കൊടുക്കുക. നിങ്ങൾക്ക് നടുവിൽ കുറച്ച് കട്ടിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ 2, 2.5 തവിയൊക്കെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ അപ്പത്തിന് നന്നായിട്ട് ഹോൾസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് മാവ് ഒഴിക്കുന്ന സമയത്ത് ഫ്ലെയിം നല്ലപോലെ കൂട്ടി വെക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഹോൾസ് വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് മൂടി വെച്ചിട്ട് 1 മിനിറ്റ് കുക്ക് ചെയ്യുക. എന്നിട്ട് തുറന്ന് നോക്കുക. അപ്പോഴേക്കും നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എല്ലാ മാവും ഇതുപോലെ ചുട്ടെടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ വെള്ളാപ്പം അരച്ച് വെച്ചിട്ട് മാവ് പൊങ്ങാനായിട്ടൊക്കെ വെക്കുന്ന സമയത്ത് പോലും ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളാപ്പം ഉണ്ടാവില്ല. ചില സമയത്ത് നമ്മൾ രാവിലെ അപ്പം ചുട്ട് വെച്ചാലും അതൊരു വൈകുന്നേരം ആകുമ്പോഴേക്കൊക്കെ അത് സോഫ്റ്റൊക്കെ പോയിട്ട് കുറച്ച് ഹാർഡായിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു അപ്പം നമ്മൾ രാവിലെ ചുട്ട് രാത്രി വരെ വെച്ചാൽ പോലും ആ സോഫ്റ്റ്നെസ് അതുപോലെ തന്നെ ഉണ്ടാവും. ഈ ഒരു രീതിയിൽ അപ്പം ചുടാൻ തുടങ്ങിയതിൽ പിന്നെ ഞാനെപ്പോഴും ഇതുപോലെ തന്നെയാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ചില സമയത്ത് നമ്മൾ അരിയൊക്കെ നേരത്തെ കുതിർത്ത് വെക്കാൻ മറന്നു പോയെങ്കിൽ നമുക്ക് വെള്ളാപ്പം ചുടാൻ പറ്റില്ല എന്നോർത്തിട്ട് വിഷമിക്കുകയൊന്നും വേണ്ട. ഇനി ഇതുപോലെ നമുക്ക് ചെയ്താൽ മതി. അപ്പോൾ ദാ നമ്മുടെ ഈസി വെള്ളാപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് അപ്പമാണ്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ഈസിയാണെന്ന്. പിന്നെ ചിലർക്ക് ഈ മാവ് പൊങ്ങാനായിട്ട് വെക്കാതെ അപ്പം ശരിയാവില്ല എന്നൊരു ടെൻഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 10, 15 മിനിറ്റൊക്കെ മാവ് പൊങ്ങാനായിട്ട് വെക്കാം കേട്ടോ. പക്ഷെ എങ്ങനെയായാലും നമുക്ക് സെയിം അപ്പം തന്നെയാണ് കിട്ടുക. അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാനിത് സെർവ് ചെയ്യുന്നത് എഗ് റോസ്റ്റിൻ്റെ കൂടെയാണ്. ഒരു ഈസി എഗ് റോസ്റ്റാണ് കേട്ടോ ഇത്. ഇതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇൻഷാ അല്ലാഹ് പിന്നീട് ഇടാം. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ഏത് കറിയായാലും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇനി അപ്പം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.